നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ വ്യാപാരി ക്ലബ് 38ാമത് PJ മാത്യു പന്തക്കൽ മെമ്മോറിയൽ ഓവറോളിംഗ് ട്രോഫി ഒന്നാമത് ക്രിക്കറ്റ് ടൂർണമെന്റ് ഡിസംബർ 15-ന് തെക്കുംഭാവം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാർ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മൂലമറ്റത്ത് വ്യത്യസ്തമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അലുമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ 3ാമത് ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ട്രഷറർ ജയകുമാർ നന്ദിയോട് നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സാന്ദ്ര മോൾ ജിന്നയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി KSCB സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ വ്യാപാരി ക്ലബ് 38ാമത് PJ മാത്യു പന്തക്കൽ മെമ്മോറിയൽ ഓവറോളിംഗ് ട്രോഫി ഒന്നാമത് ക്രിക്കറ്റ് ടൂർണമെന്റ് ഡിസംബർ 15-ന് തെക്കുംഭാവം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴയിലെ പ്രമുഖരായ 8 ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ പങ്കെടുക്കും. തൊടുപുഴ വ്യാപാരി ക്ലബ്ബ് 38 PJ മാത്യു പന്തക്കൽ മെമ്മോറിയൽ ഓവറോളിംഗ് ട്രോഫിക്കും ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള ഒന്നാമത് ക്രിക്കറ്റ് ടൂർണമെന്റ് 2024 ഡിസംബർ 15-ാം തീയതി തെക്കുംഭാഗം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴയിലെ പ്രമുഖ 8 ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ പങ്കെടുക്കും. തൊടുപുഴ പ്രസ് ക്ലബ് ടീം, വ്യാപാരി ക്ലബ്ബ് 38 ടീം, സിവിൽ സർവീസ് ടീം, ഹെൽത്ത് ടീം, കേരള പോലീസ് ടീം, എക്സൈസ് ടീം, KSCB ടീം, ലോയർ ടീം എന്നീ ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ പ്രമുഖരായിട്ടുള്ള 8 ടീമുകളെന്ന് പറയുന്നത് ഒന്ന് കേരള പോലീസ് ടീം, എക്സൈസ്, പിന്നെ ഹെൽത്ത് ടീം, പിന്നെ അഡ്വക്കേറ്റ്, ഇടുക്കി പ്രസ് ക്ലബ്ബ്, സെക്രട്ടേറിയറ്റ് ടീം, സിവിൽ സർവീസ്, ഇങ്ങനെ 8 ടീമുകൾ പങ്കെടുപ്പിച്ചിട്ടാണ് ഈ ടൂർണമെന്റ് നടത്തുന്നത്. ഇതുകൊണ്ട് കിട്ടുന്ന ഒരു ലാഭവിഹിതം അത്യാവശ്യം ഈ കായിക രംഗത്ത് പിന്നൊക്കെ അവസ്ഥയിൽ നിൽക്കുന്ന കുറേ ചെറുപ്പക്കാരെ ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശലക്ഷ്യം. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CK നവാസ്, വ്യാപാരി ക്ലബ്ബ് 38 പ്രസിഡന്റ് ഷെരീഫ് സർഗം, വ്യാപാരി ക്ലബ്ബ് 38 സെക്രട്ടറി ഷമീർ ഫിഫ, വ്യാപാരി ക്ലബ്ബ് ട്രഷറർ പ്രകാശ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന സർക്കാർ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മൂലമറ്റത്ത് പ്രതിഷേധിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും വൈദ്യുതി ആവശ്യമില്ലാത്തതുമായ നിത്യോപയോഗ ഗൃഹോപകരണങ്ങൾ സെക്ഷൻ ഓഫീസിന് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരള കോൺഗ്രസ് അറക്കുളം കുടയത്തൂർ മണ്ഡലം കമ്മിറ്റി സംയുക്ത നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം ഉരലിൽ ഉലക്കകുത്തി പാർട്ടി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സമരത്തിന് മുന്നോടിയായുള്ള മൂലമറ്റം ടൗണിൽ പ്രതിഷേധ മാർച്ചും നടത്തിയിരുന്നു. കേരള സർക്കാർ അന്യായമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രധാന വൈദ്യുതി ഉൽപാദന കേന്ദ്രമായ മൂലമറ്റത്ത് പ്രതിഷേധ സമരം നടത്തി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും വൈദ്യുതി ആവശ്യമില്ലാത്തതുമായ നിത്യോപയോഗ ഗൃഹോപകരണങ്ങൾ സെക്ഷൻ ഓഫീസിന് മുൻപിൽ പ്രദർശിപ്പിച്ച് നടത്തിയ പ്രതീകാത്മക പ്രതിഷേധ സമരമാണ് ജനങ്ങൾക്ക് കൗതുകവും വൈദ്യുതി ബോർഡിന് താക്കീതുമായത്. പാളവിശറി, റാന്തൽ വിളക്ക്, മണ്ണെണ്ണ വിളക്ക്, പെട്രോൾ മാക്സ്, വിറകുകെട്ട്, കിണർ കപ്പി, റാഡ്, ആട്ടുകല്ല്, ഉരൽ, ഉലക്ക, അരിക്കലാമ്പ്, ബാറ്ററി ടോർച്ച്, തീപ്പെട്ടി, ഫ്രിഡ്ജിന് പകരം മാംസം സൂക്ഷിച്ചിരുന്ന പാളക്കുമ്പിൾ തുടങ്ങി വൈദ്യുതി വേണ്ടാത്ത പഴയകാല ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചാണ് സമരം നടത്തിയത്. മൂലമറ്റം ടൗണിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിന് ശേഷമാണ് സെക്ഷൻ ഓഫീസ് ധർണയും പ്രതീകാത്മക സമരവും നടത്തിയത്. കേരള കോൺഗ്രസ് അറക്കുളം കുടയത്തൂർ മണ്ഡലം കമ്മിറ്റി സംയുക്ത നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം ഉരലിൽ ഉലക്കകുത്തി പാർട്ടി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് നിർവഹിച്ചു. ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിക്കും ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട മന്ത്രിമാർക്കും പറയാൻ പറ്റുമോ ഈ 40 യൂണിറ്റ് താഴെ എത്ര പേര് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്? ഇവിടുത്തെ ഒരു സാധാരണക്കാരന്
BPL-ൽപ്പെട്ട ഒരു കുടുംബം പോലും 40 യൂണിറ്റിന് മുകളിലുണ്ട്. കാരണം എന്താണെന്ന് നമുക്കറിയാം, മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിക്കവാറും വീടുകളിൽ നിന്ന് നമുക്കറിയാം പല രീതിയിലുള്ളതായ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. ആ വൈദ്യുതി ഉപയോഗം ഏറ്റവും മിനിമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ 40 യൂണിറ്റിന് മുകളിൽ പോകും. ഇവിടെ 36,000 പേർക്ക് ആനുകൂല്യം കൊടുക്കുന്നുണ്ടെന്നുള്ള വലിയ വർത്തമാനമാണ് പറയുന്നത്. ഇവിടുത്തെ വേറെ മറ്റൊരു കൊള്ളം നമുക്കറിയാം. ഒന്നെങ്കിൽ സ്ലാബ് അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്ലാബ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ 40 ഒരു സ്ലാബ് ആണെങ്കിൽ ആ സ്ലാബ് കഴിഞ്ഞ് വരുന്നതിനുള്ള യൂണിറ്റിന് തന്നെ വൈദ്യുതി വർദ്ധിപ്പിക്കേണ്ട ചാർജ് വർദ്ധിപ്പിക്കേണ്ടതുള്ളൂ. ഇവിടെ കേരളത്തിൽ മാത്രം മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ലാബ് കഴിയുമ്പോഴും 1 മുതലുള്ള യൂണിറ്റുകൾക്കും ഈ വർദ്ധിച്ച ചാർജ് കൊടുക്കേണ്ടി വരുന്നു. മറ്റൊന്ന്, ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലഘട്ടത്തിൽ കുറഞ്ഞ നിരക്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിന് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയിരുന്നു. എഗ്രിമെൻ്റ് ഉണ്ടാക്കി 4 രൂപയ്ക്ക് യൂണിറ്റിന് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആ എഗ്രിമെൻ്റ് അവസാനിപ്പിച്ച് കൂടിയ തുകയ്ക്കുള്ള വൈദ്യുതി വാങ്ങുന്നു പറയണം. ഇത് പലപ്പോഴും ജനം സംശയിക്കുന്നുണ്ട് അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം എറണാകുളത്തുള്ള ടെക്നോ പാർക്ക് അത് ക്യാൻസൽ ചെയ്തിട്ട് ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്ന ലോകത്തിൽ ആരും കേട്ടിട്ടില്ല. ഒരു എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്യുന്നില്ല എങ്കിൽ, പണി ചെയ്യുന്നില്ല എങ്കിൽ, തൊഴിൽ കൊടുക്കുന്നില്ല എങ്കിൽ, അവർ പരാജയപ്പെട്ടെങ്കിൽ അവരിൽ നിന്ന് തന്നെ കോമ്പൻസേഷൻ മേടിക്കുന്നുണ്ട്. ആ കോമ്പൻസേഷൻ മേടിക്കുന്നതിന് പകരം അവർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ ഒരു വിഹിതം ബന്ധപ്പെട്ടവർ പറ്റുന്നുണ്ട് എന്നാണ് പൊതുജനം പറയുന്നത്. ഇവിടുത്തെ വിവിധ തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ മൂലമറ്റം പവർ ഹൗസിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വളരെ വിനയത്തോടു കൂടി താഴ്മയായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും വകുപ്പ് മന്ത്രിയോടും പറയുന്നു, ഈ വൈദ്യുതി ചാർജ് പിൻവലിച്ചില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരം കേരള കോൺഗ്രസ് പാർട്ടിയും UDF-ഉം സംഘടിപ്പിക്കുക. സംശയം വേണ്ട. അറക്കുളം മണ്ഡലം പ്രസിഡന്റ് AD മാത്യു അഞ്ചാനി അധ്യക്ഷത വഹിച്ച സമരത്തിൽ കർഷക യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസുകുട്ടി തുടിയൻ പ്ലാക്കൽ പ്രദർശന വസ്തുക്കൾ പരിചയപ്പെടുത്തി. പാർട്ടി ഉന്നതാധികാര സമിതി അംഗം അബു ജോൺ ജോസഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി M മോനിച്ചൻ, ജിൽസ് അഗസ്റ്റിൻ, സാം ജോർജ്, TH ഈസ, റെനി മാണി, TC ചെറിയൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൊച്ചുറാണി ജോസ്, കുര്യൻ കാക്കപ്പയ്യാനി, ലൂക്കാച്ചൻ മൈലാടൂർ, ബേബി പിണക്കാട്ട്, ജലാൽ കുന്തിപ്പറമ്പിൽ, ജോസ് വെട്ടുകാട്ട്, വർക്കി വടക്കേപ്പറമ്പൻ, മേഴ്സി മൈക്കിൾ, അൽഫോൺസ് ടോമി, ജോമൻ മൈലാടൂർ, ബേബി മുണ്ടത്താനം, ജോസ് പിണക്കാട്ട്, സാജു പുത്തൻപുര, മാത്യു പൂഞ്ചിറ, ജിമ്മി അറക്കൽ, തോമസ് കണിയാപുരം, ഷൈജൻ കമ്പകത്തുങ്കൽ, ബാബു കുരിശുപറമ്പിൽ, സെബാസ്റ്റ്യൻ പൈകട, ടോമി തെങ്ങുംപള്ളിയിൽ, ജിയോ ആറനോലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. പ്രായം മറന്ന ലോകരാജ്യങ്ങൾ സന്ദർശിച്ച മുത്തശ്ശി വിടവാങ്ങി. കുണഞ്ഞി പോണ്ടാനത്ത് അന്നക്കുട്ടി സൈമൺ 103-ാം വയസ്സിലാണ് വിടവാങ്ങിയത്. 90 വയസ്സിന് ശേഷം വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഭൗതിക ശരീരം ഇന്ന് കുണിഞ്ഞിയിലെ വസതിയിൽ കൊണ്ടുവന്നപ്പോൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലയിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സംസ്കാര ശുശ്രൂഷകൾ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് വസതിയിൽ ആരംഭിച്ച് കുണിഞ്ഞി സെന്റ് ആന്റണീസ് പള്ളിയിൽ. ലോകം കണ്ട മുത്തശ്ശി വിടവാങ്ങി. കുണിഞ്ഞി പേണ്ടാനത്ത് അന്നക്കുട്ടി സൈമൺ 103-ാം വയസ്സിലാണ് യാത്രയായത്. ഓർമ്മയില്ലേ അന്നക്കുട്ടി അമ്മച്ചിയെ? 90 പിന്നിട്ട ശേഷവും നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ച് ഒരു അഭിമുഖത്തിൽ രസകരമായ യാത്രാനുഭവങ്ങൾ പങ്കുവച്ച് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയായ അന്നമ്മച്ചിയെ. 8 മക്കളും മക്കളുടെ മക്കളുമൊക്കെയായി 19 പേരുണ്ട് അന്നക്കുട്ടി അമ്മച്ചിക്ക്. 4 പ്രാവശ്യം റോമിന് പോയി, ജർമ്മനിയിലും പോയി പലതവണ. ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. 4ാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂവെങ്കിലും വിദേശത്തു പോകാൻ അമ്മച്ചിക്ക് ഭാഷ ഒരു തടസ്സമേ ആയില്ല. 76-ാമത്തെ വയസ്സിലായിരുന്നു ആദ്യ വിദേശയാത്ര. പിന്നീട് 4 തവണ വിദേശത്തു പോയി. വിശുദ്ധ നാട്ടിലും പോയി അന്നക്കുട്ടി അമ്മച്ചി. ഗാഗുൽത്ത മലയും കണ്ടു. യേശുവിൻ്റെ കുരിശിൻ്റെ ചൂട്ടിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. 4 പ്രാവശ്യവും വിശുദ്ധനാട് സന്ദർശിച്ചു. മാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂർദിലെ മാതാവിൻ്റെ പള്ളിയിലും പോയി. ഫ്രാൻസിലേക്കുള്ള വഴിയിൽ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ വീട്ടിലും കയറി പ്രാർത്ഥിച്ചു. അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചാണ് അന്നമ്മച്ചി ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുന്നത്. 95-ാമത്തെ വയസ്സിൽ ഒരു സിനിമയിലും അഭിനയിച്ചു അന്നമ്മച്ചി. വിനീത് ശ്രീനിവാസൻ നായകനായ എബിയിൽ സുരാജ് വെഞ്ഞാറമ്പൂടിൻ്റെ അമ്മയായിട്ട്. സിനിമയ്ക്ക് മുമ്പ് അന്നക്കുട്ടി അമ്മച്ചി പരസ്യത്തിലും അഭിനയിച്ചിട്ടുണ്ട്. PG ജോസഫ് ഇലക്ഷനിൽ മത്സരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിനു വേണ്ടി ഇറക്കിയ പരസ്യ ബോർഡുകളിൽ അന്നക്കുട്ടി അമ്മച്ചിയുടെ ചിരിക്കുന്ന മുഖമായിരുന്നു നാടെങ്ങും. ആരോഗ്യമുള്ള കാലത്ത് രാവിലെ 6 മണിക്ക് കുണിഞ്ഞി സെന്റ് ആന്റണീസ് പള്ളിയിൽ ആദ്യം എത്തിയിരുന്നത് അന്നക്കുട്ടി അമ്മച്ചിയായിരുന്നു. കുർബാനയ്ക്ക് മുടക്കം വരുത്തില്ല. പള്ളിയിൽ നിന്ന് തിരികെ വന്ന് കാപ്പി കുടിച്ചു കഴിഞ്ഞ് നേരെ പറമ്പിലേക്ക്. നന്നായി പണിയെടുക്കും. ദീർഘായുസിന്റെ രഹസ്യം അതാണെന്ന് അന്നമ്മച്ചി പറയുമായിരുന്നു.
കുണിഞ്ഞി സെന്റ് ആന്റണീസ് പള്ളിയുടെ നട കെട്ടിക്കൊടുക്കാൻ മുന്നിട്ടിറങ്ങിയത് അന്നക്കുട്ടി അമ്മച്ചിയാണ്. മക്കൾ സഹായിച്ചു. മനോഹരമായ ആ പള്ളിനട വെള്ളിമൂങ്ങ ഉൾപ്പെടെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായി. അന്നമ്മച്ചിക്ക് മക്കൾ 8, 4 ആണും 4 പെണ്ണും. ഒരാൾ മരിച്ചുപോയി. അന്നക്കുട്ടി അമ്മച്ചിയുടെ ഭൗതികദേഹം 13/12/2024 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് കുഴിഞ്ഞി സെന്റ് ആന്റണീസ് പള്ളിയിൽ സംസ്കരിക്കും. പരേത കടനാട് കണങ്കൊമ്പിൽ കുടുംബാംഗമാണ്. ദീർഘനാള് ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവം ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റിയ ശേഷം ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന വല്യമ്മച്ചിയെ ദൈവതൃക്കരങ്ങളിൽ സമർപ്പിക്കാം. 103 വയസ്സ് ജീവിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി നാം കരുതുന്നു. 8 മക്കളെ വളർത്തി വലുതാക്കി ദൈവസന്നിധിയിൽ അവർ നല്ല രീതിയിൽ ജീവിക്കുകയും അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി ഈ അമ്മച്ചി ഈ ലോകത്തിൽ ജീവിച്ചു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അമ്മച്ചി ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. പക്ഷേ സ്വർഗത്തിൽ പോയിട്ടില്ലായിരുന്നു തോന്നുന്നത് വരെ. ഇപ്പം അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള യാത്രയാണിപ്പോൾ. തീർച്ചയായിട്ടും നാം എല്ലാവരും ഈ ലോകത്തിൽ എന്തുമാത്രം യാത്ര ചെയ്താലും അവസാനത്തെ യാത്ര സ്വർഗത്തിലേക്കായിരിക്കണം. അമ്മച്ചിയുടെ യാത്രയും സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയപ്പിന് നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയാം. കാരണം അമ്മച്ചിയിലൂടെ ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറയാം. ഒത്തിരിയേറെ നന്മയും അനുഗ്രഹവും ഈ അമ്മച്ചിയുടെ ജീവിതത്തിലൂടെ ഈ കുടുംബത്തിനും ഇടവകയ്ക്കും നാടിനും സഭയ്ക്കും ലഭിക്കുകയുണ്ടായി. ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകം കൊണ്ട് അവസാനിക്കില്ല എന്നുള്ള ബോധ്യം അമ്മച്ചിക്കുണ്ടായിരുന്നു. ഇവിടെ ജീവിച്ചാൽ, ഈ ജീവിതം ദൈവഹിതാനുസരണം ജീവിച്ചാൽ നിത്യജീവിതത്തിൽ എത്തിച്ചേരാം. ആ പ്രതീക്ഷയോടെ ജീവിച്ച വ്യക്തിയാണ്. ഇത്രയും കാലം ജീവിക്കുവാനും ഈ കുടുംബത്തിനും നാടിനും നന്മ ചെയ്യുവാനും അമ്മച്ചിയുടെ ജീവിതം ഉപകരിച്ചു. നമുക്ക് നന്ദിയോടെ ദൈവതൃക്കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിത്യഭാഗ്യം കൽപ്പിച്ചരുളണമേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അലുമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ 3ാമത് ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രവർത്തകർ ചേർന്ന് വിളംബര ജാഥയും നടത്തി. തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ നടത്തിയ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ട്രഷറർ ജയകുമാർ നന്ദിയോട് നിർവഹിച്ചു. അലൂമിനിയം ഫാബ്രിക്കേഷൻ മേഖലയിലെ സ്വതന്ത്ര സംഘടനയായ അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷന്റെ 3ാമത് ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രവർത്തകർ ചേർന്ന് വിളംബര ജാഥയും നടത്തി. തുടർന്ന് തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ നടത്തിയ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ട്രഷറർ ജയകുമാർ നന്ദിയോട് നിർവഹിച്ചു. കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു ആശയം മാത്രമായിരുന്നു ഈ സംഘടന. ആ സംഘടന വടകരയിൽ നിന്ന് തുടങ്ങി അത് ഓരോ ജില്ലയിൽ നിന്ന് എത്തിപ്പെട്ട് ഇടുക്കിയിലും എത്തി ഇന്ന് അതിൻ്റെ നമ്മുടെ 3ാമത്തെ ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ആശയത്തിൽ ഉൾക്കൊണ്ട ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയി ഇന്ന് രാവിലെ നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന മൊയ്തീൻ തോടൻ. അദ്ദേഹം ഒരുപക്ഷെ അത് സൂചിപ്പിച്ചിട്ടുണ്ടാകുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരുടെ ആശയങ്ങൾ, ആ ആശയം ഉടലെടുത്ത് വന്നപ്പോൾ ഈ 2015 ശേഷം നമുക്ക് ഇത്രയേറെ സഹോദരങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. നമ്മളത് തിരിഞ്ഞു നോക്കിയേ 2015 മുമ്പുള്ള കാലഘട്ടങ്ങളിൽ പരസ്പരം നമുക്കറിയാൻ കഴിയുന്നത്, പരസ്പരം നമ്മൾക്ക് സ്നേഹബന്ധം ഉണ്ടായിരുന്നു, പരസ്പര വിശ്വാസം ഉണ്ടായിരുന്നു. ഒന്നുമില്ല. നമ്മുടെ ഈ സംഘടന വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് പരസ്പര വിശ്വാസം, സ്നേഹം, സാഹോദര്യം എല്ലാം ഉണ്ടായത്. ജില്ലാ പ്രസിഡന്റ് MM കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന സെക്രട്ടറി തോമസ് ജോൺ, സഹായനിധി ചെയർമാൻ റോയി ലൂക്ക്, ജില്ലാ ട്രഷറർ മണിക്കുട്ടൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജോണി വട്ടമറ്റം, സിബിച്ചൻ ജോസഫ്, മുൻ ജില്ലാ ട്രഷറർ ജിനോമോൻ നെടുങ്കണ്ടം, കട്ടപ്പന മേഖലാ പ്രസിഡന്റ് PT ടോമി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി അനിൽ നാനോ സ്വാഗതവും KS സുരേഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. അതേപോലെ ജയകുമാരൻ നന്ദിയോട് നോക്കാം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അലുമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ 3ാമത് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പ്രവർത്തകർ ചേർന്ന് തൊടുപുഴയിൽ പ്രകടനം നടത്തി. വിളംബര ജാഥ മങ്ങാട്ടുകോലയിൽ നിന്നും ആരംഭിച്ച് ഗാന്ധി സ്ക്വയർ ചുറ്റി സമ്മേളന നഗരിയായ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ സമാപിച്ചു. 3ാമത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കാനനഭംഗി നിറഞ്ഞതും മരങ്ങൾ നമ്മുടെ സമ്പത്ത്. വെട്ടിമുറിക്കും മാനവരെ, കാറ്റും മഴയും ഇല്ലാതാകും, കാട്ടുമൃഗങ്ങൾ ഓടിപ്പോകും, പാറി നടക്കും പക്ഷികളെല്ലാം എങ്ങോ പോയി ഒളിച്ചിടും. വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ KSIB ഓഫീസ് മുന്നിൽ ധർണ നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം SM ഷരീഫ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ പ്രസിഡന്റ് PK മൂസ അധ്യക്ഷത വഹിച്ചു. പാവപ്പെട്ടൊരു കേരള മക്കളെ നടുവൊടിക്കും വൈദ്യുതി ചാർജ് ഇല്ല നടക്കില്ല. വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടി, വെള്ളക്കരവും കുത്തനെ കൂട്ടി, അവശ്യ സാധന കമ്പോളത്തിൽ എല്ലാം വില കൂട്ടി. കാണമില്ല സർക്കാരെ, കാണമില്ലേ സർക്കാരെ. സംസ്ഥാന സർക്കാർ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ KSIB ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം SM ഷെരീഫ് ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നദിയായ പെരിയാറിൽ പോലും 12 ജലവൈദ്യുത പദ്ധതികൾ, 12 അണക്കെട്ടുകളുണ്ട്. ആ അണക്കെട്ടുകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും തമിഴ്നാടാണ്. മുല്ലപ്പെരിയാർ ഏറ്റവും മുകളിൽ അണക്കെട്ട് ജനങ്ങൾക്ക് കേരളത്തിലേക്ക് ഭീഷണിയായി നിലനിൽക്കുന്നു എന്നല്ലാതെ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമൊന്നുമില്ല. പക്ഷേ ആ ഡാമിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വെള്ളം ഉപയോഗിച്ച് തമിഴ്നാട് സംസ്ഥാനം അവർക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മുനിസിപ്പൽ പ്രസിഡന്റ് PK മൂസ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ TK നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് AM ഹാരിദ്, ജനറൽ സെക്രട്ടറി MA കരീം, ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളായ AM സമദ്, MM അബ്ദുൽ ഷുക്കൂർ, ജില്ലാ കൗൺസിൽ അംഗം VA ഷംസുദ്ദീൻ, നിയോജക മണ്ഡലം ഭാരവാഹികളായ PN ജാഫർ, അഡ്വക്കേറ്റ് CK ജാഫർ, സലിം മാട്ടയിൽ, AM നജീബ്, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് PH സുധീർ, ജനറൽ സെക്രട്ടറി EAM അമീൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് KM നിഷാദ്, വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷഹന ജാഫർ, നഗരസഭാ കൗൺസിലർമാരായ റസിയ കാസിം, സാബിറ ജലീൽ, PN സിയാദ്, VM ജലീൽ, AM ഫൈസൽ, UM കാസിം, സബീർ MA, അനസ് PB, PE നൌഷാദ്, റബീഷ് VK തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സാന്ദ്രാമോൾ ജിന്നയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കഞ്ഞിക്കുഴി ഡിവിഷനിൽ നിന്ന് വിജയിച്ച സാന്ദ്രാമോൾ ജിന്നിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും അനുമോദന യോഗവുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് സബർ PM നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് സത്യവാചകം ചൊല്ലി നൽകി. B058 ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സാന്ദ്രാമോൾ ജിന്നി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയും വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AB തോമസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ AP ഉസ്മാൻ, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ, ജോയി കൊച്ചുകരോട്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി സജി, ആഗസ്തി അഴകത്ത്, PD ശോശാമ്മ, വർഗീസ് വെട്ടിയാങ്കൽ, ജോബി ചാലിൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും UDF നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലയിൽ ഡിജിറ്റൽ റീസർവേ രണ്ടാം ഘട്ട പദ്ധതി ആരംഭിച്ചു. സർവേ നടക്കുന്ന എല്ലാ വില്ലേജുകളിലും വാർഡ് തലത്തിലും ഗ്രാമസഭയുടെ മാതൃകയിൽ ഈ മാസം മുതൽ സർവേ ജാഗ്രതാ സമിതി ചേരുകയാണ്. ആനവരട്ടി ഡിജിറ്റൽ സർവേ ക്യാമ്പ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലത അധ്യക്ഷത വഹിച്ച യോഗം പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ സർവേ സൂപ്രണ്ട് ഡയറക്ടർ V പ്രകാശ് വിഷയാവതരണം നടത്തി. റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ P വിശ്വംഭരം മുഖ്യ പ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലയിൽ ഡിജിറ്റൽ റീസർവേ രണ്ടാം ഘട്ട പദ്ധതി ആരംഭിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പൊതുജന പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാക്കി എന്റെ ഭൂമി പോർട്ടൽ മുഖേന പൊതുജനത്തിന് ഓൺലൈൻ സേവനം ലഭ്യമാക്കുക എന്നതാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത്. ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും ഡിജിറ്റൽ സർവേ സംബന്ധിച്ച ആശങ്കകളും സംശയങ്ങളും പരിഹരിക്കുന്നതിനും മുൻപായി സർവേ നടക്കുന്ന എല്ലാ വില്ലേജുകളിലും വാർഡ് തലത്തിൽ ഗ്രാമസഭയുടെ മാതൃകയിൽ ഈ മാസം മുതൽ സർവേ ജാഗ്രതാ സമിതികൾ ചേരുകയാണ്. ആനവിരട്ടി ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസർ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ സർവേ സൂപ്രണ്ട് ഡയറക്ടർ B പ്രകാശ് വിഷയാവതരണം നടത്തി. റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ P വിശ്വംഭരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് M ഭവ്യ, P ശശികുമാർ, അഭിലാഷ് CS, സുജി ഉല്ലാസ്, മിനി ലാലു, അഖിരാജ്, പുഷ്പ സജി, F രാജ, ആനി ജോൺ, പ്രേമ അച്യുതൻ, CS രാജ, കണ്ണൻ, സ്വപ്ന സജിമോൻ, RC ഷാജൻ, ഷൈനി സിബിച്ചൻ, ആനവരട്ടി വില്ലേജ് ഓഫീസർ മഞ്ജു PK എന്നിവർ സംസാരിച്ചു. ടെക്നിക്കൽ അസിസ്റ്റന്റ് അനിൽ S നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി KSCB സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ധർണ KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. സർക്കാർ അടിക്കടി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത് ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSCB സെക്ഷൻ ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷത വഹിച്ച സമരപരിപാടികൾ KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. മോദിയുടെയും പിണറായിയുടെയും അമ്മാവനാണ് അദാനിയെന്നും അദാനിയുടെ നിർദ്ദേശം അപ്പാടെ അംഗീകരിച്ചുകൊണ്ടാണ് പിണറായി വൈദ്യുതി നിരക്ക് വർധനവ് നടപ്പാക്കിയത് എന്നും സമരം ഉദ്ഘാടനം ചെയ്ത AP ഉസ്മാൻ പറഞ്ഞു. യൂണിറ്റിന് 20 പൈസയും സർചാർജും വർദ്ധിപ്പിച്ചിട്ട് ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. കേരളത്തിൽ ഗവൺമെന്റ് ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പോക്കറ്റ് എങ്ങനെ അടിക്കാം, ജനങ്ങളുടെ സമ്പാദ്യം എങ്ങനെ കൊള്ളയടിക്കാം. അത് കുചേലൻ മുതൽ കുബേരൻ വരെ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഭരണകൂടമായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്ന സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.
കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും രണ്ടുപേരുടെയും അമ്മാവൻ ഒരാളാണ്. അത് അദാനി അമ്മാവനാണ്. നരേന്ദ്രമോദി എവിടെ പോയാലും അദാനി ഇല്ലാതെ യാത്ര ചെയ്യാൻ. വിഴിഞ്ഞം തുറമുഖത്തിനും അദാനിക്കുമെതിരെ സമരം ചെയ്ത CPM അദാനിയുടെ 3 കരാറുകൾ അംഗീകരിച്ചുകൊണ്ടാണ് ആര്യാടൻ മുഹമ്മദിന്റെ കാലത്തുണ്ടാക്കിയ 4 രൂപ 59 പൈസക്കരി യൂണിറ്റ് വൈദ്യുതി വാങ്ങിക്കുന്ന കരാർ ഏകപക്ഷീയമായി റദ്ദാക്കി അദാനിയുടെ കരാറ് ഒപ്പുവെച്ചിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. DCC ജനറൽ സെക്രട്ടറി ജെയ്സൺ കെ ആന്റണി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിനോദ് ജോസഫ്, മറ്റ് നേതാക്കളായ വിജയകുമാർ മറ്റക്കര, ബാബു കുമ്പിളിവേലിൽ, അഡ്വക്കേറ്റ് KK മനോജ്, ജോസ്മി ജോർജ്, തങ്കച്ചൻ കാരക്കാവയലിൽ, മിനി സാബു, D ക്ലാർക്ക് സെബാസ്റ്റ്യൻ, സുബി കുന്തളയിൽ, KC വർഗീസ്, അനിൽ ബാലകൃഷ്ണൻ, ബിജോ ജോസ്, തോമസ് അരയത്തിനൽ, ബിജുമോൻ, ലീന, ആലിസ് ഗോപുരം ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പല്ലാരിമംഗലത്ത് പോത്തുകുട്ടി വിതരണം നടത്തി. പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ AA രമണൻ ഉൾപ്പെടെയുള്ളവർ വിതരണോദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പോത്തുകുട്ടി വിതരണം നടത്തുന്നത്. 50% സബ്സിഡി നിരക്കിലാണ് ഗുണഭോക്താക്കൾക്ക് പോത്തുകുട്ടിയെ വിതരണം ചെയ്യുന്നത്. വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ AA രമണൻ, വെറ്ററിനറി സർജൻ റസീന കരീം, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ NP ഷാജഹാൻ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ PCG, KP മായ, KK സെയ്ദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ വിപുലമായ ചടങ്ങുകളോടെ ഡിസംബർ 15 മുതൽ 21 വരെ ആഘോഷിക്കുമെന്ന് ഇടവക വികാരി ഫാദർ ഷിബു തോമസ് ആമ്പല്ലൂർ, ട്രസ്റ്റി രാജു പുളിമ്പള്ളി, സെക്രട്ടറി ജോൺ വാലയിൽ എന്നിവർ അറിയിച്ചു. 15 വൈകിട്ട് 5 ഓർത്തഡോക്സ് സഭ സുഗന്നദോസ് സെക്രട്ടറി ഡോക്ടർ യുഹാനോ മാർ ക്രിസ്റ്റോസം മെത്രോപോലിത്ത പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിക്കും. AD 54 വിശുദ്ധ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ദേവാലയങ്ങളിൽ ഒന്നും വിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിച്ചതുമായ നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ വിപുലമായ ചടങ്ങുകളോടെ ഡിസംബർ 15 മുതൽ 21 വരെ വിവിധ പരിപാടികളിൽ ആഘോഷിക്കുന്നത്. 15 രാവിലെ 7:30 മലങ്കര മാൽപ്പാൻ ഫാദർ ഡോക്ടർ ജോൺസ് എബ്രാഹാം കോനാട്ട് ആർച്ച് എപ്പിസ്കോപ്പായുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന. തുടർന്ന് പെരുന്നാൾ ഗാനങ്ങൾ അടങ്ങിയ CD പ്രകാശനം ചെയ്യും. 3:30 തോമത്ത് കടവിൽ നിന്ന് പെരുന്നാൾ കൊടി ഘോഷയാത്രയും 4:30 തീർത്ഥാടന സംഗമവും നടക്കും. 5 മണിക്ക് ഓർത്തഡോക്സ് സഭ സുന്നഹദോസ് സെക്രട്ടറി ഡോക്ടർ യുഹനോൻ മാർച്ച് ക്രിസോസ്റ്റമോസ് മെത്രോപൊലീത്ത പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിക്കുമെന്ന് ഇടവക വികാരി ഫാദർ ഷിബു തോമസ് ആമ്പല്ലൂർ, ട്രസ്റ്റി രാജു പുളിമ്പള്ളിൽ, സെക്രട്ടറി ജോൺ വാലയിൽ എന്നിവർ അറിയിച്ചു. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 2024 ഡിസംബർ മാസം 15-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്തായുടെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റ് ചടങ്ങ് നടക്കും. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പ്രധാന പെരുന്നാൾ ദിവസമായ 2024 ഡിസംബർ മാസം 20-ാം തീയതി വൈകിട്ട് പരുമലപ്പള്ളിയിൽ നിന്ന് നിരണം വലിയ പള്ളിയിലേക്ക് ആചാരപരമായ ആഘോഷപൂർവമായ പ്രദക്ഷിണം നടക്കുകയും ചെയ്യും. 21-ാം തീയതി രാവിലെ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് മലങ്കര സഭയുടെ പരിശുദ്ധ കാതോലിക്ക മൊറോൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ തിരുമനസ്സുകൊണ്ടാണ്. ഇടദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് അഭിവന്യ യുഹാനൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്തായും അതുപോലെ തന്നെ മാർ ബഹനാൻ സഹദായുടെ പെരുന്നാളിന് അഭിവന്യ ഏബ്രഹാം മാർ സെറാഫീം മെത്രാപ്പൊലീത്തായും മുഖ്യ കാർമ്മികത്വം വഹിക്കും. എല്ലാ പരിപാടികളിലും ആത്മാർത്ഥമായിട്ട് നേർച്ച കാഴ്ചകളോടുകൂടെ വന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഈ മാസം 18-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മുതൽ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ മീറ്റിംഗ്, വൈകിട്ട് ഒരു ഭക്തി ഗാനമേള, അത് നയിക്കുന്നത് വിപിൻ ബിനോയ് അച്ഛനും അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് അനവധി വൈദികരും അൽമായരും ചേർന്ന്, അതായത് നിതിൻ പീറ്റർ അച്ഛൻ്റെയും നേതൃത്വത്തിലാണ് ഈ ഗാനസന്ധ്യ ഇവിടെ അവതരിപ്പിക്കുന്നത്. മലയാള സിനിമയുടെ നല്ല ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള മാർക്കോസിൻ്റെ ഗാനമേള 19-ാം തീയതി 7 മണിക്ക് പള്ളി അങ്കണത്തിൽ നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. 19-ാം തീയതി ആദ്യഫല ശേഖരണത്തോടനുബന്ധിച്ച്
ചെമ്പെടുപ്പ് നേർച്ച എന്ന ഒരു അനുഗ്രഹീതമായ സംഭവം കൂടി ഇവിടെ നടത്തുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ട്രസ്റ്റിയും പറഞ്ഞതുപോലെ പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ അവർ പറയുകയുണ്ടായി. ഏറ്റവും ഭംഗിയായി തന്നെ ഈ പെരുന്നാൾ നടത്തപ്പെടും. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ 1952 രക്തസാക്ഷ്യത്തിൻ്റെ ഓർമ്മ പെരുന്നാളാണ് നിരണം വലിയ പള്ളിയിൽ കൊണ്ടാടുന്നത്. തീർച്ചയായിട്ടും നാനാ ജാതി മതസ്ഥർ ഈ പെരുന്നാളിന് പങ്കെടുക്കുന്നുണ്ട്. ഈ പെരുന്നാളിന് എല്ലാവരുടെയും സാന്നിധ്യം ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊള്ളും. 16 വൈകിട്ട് 3 ഭദ്രാസനം വൈദിക യോഗം, 17 രാത്രി 7 ഫാദർ ബിബിൻ ബിജോയി, ഫാദർ റിനിൽ പീറ്റർ എന്നിവർ നയിക്കുന്ന ക്രിസ്ത്യൻ മ്യൂസിക് മാഷപ്പ്. 18 രാവിലെ 7:10 ഫാദർ തോമസ് പുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന. 10 ധ്യാനവും അനുഗ്രഹ പ്രാർത്ഥനാ സംഗമവും നടക്കും. നിരണം ഭദ്രസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്യും. ഫാദർ വർഗീസ് പി ചാണ്ടി ധ്യാനം നയിക്കും. 19 7:10 ഫാദർ കുരുവിള മാത്യു വിശുദ്ധ കുർബാന നയിക്കും. 8 പ്രസിദ്ധമായ ചെമ്പെടുപ്പ് നേർച്ച. 20 രാവിലെ 7:10 ഫാദർ ഗീവർഗീസ് ജോസഫിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന. 5:30 പള്ളിയിൽ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രോപൊലിത്തയുടെ നേതൃത്വത്തിൽ സന്ധ്യാ നമസ്കാരം. 5:45 പരമല പള്ളിയിൽ നിന്ന് റാസ. 21 രാവിലെ 8 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാബയുടെ നേതൃത്വത്തിൽ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന. തുടർന്ന് പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വ്, പ്രസിദ്ധമായ വെച്ചൂട്ട് എന്നിവ നടക്കുമെന്ന് ഇടവക വികാരി ഫാദർ ഷിബു തോമസ് ആമ്പലൂർ, സഹവികാരി ഫാദർ ജിതിൻ അലക്സ്, ട്രസ്റ്റി രാജു പുളിമ്പള്ളിൽ, സെക്രട്ടറി ജോൺ വാലയിൽ എന്നിവർ അറിയിച്ചു. തിരുനാളിന്റെ ഭാഗമായി മെഗാ മാർഗം കളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും വിവിധ ദിവസങ്ങളിലായി നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ജോയിന്റ് കൗൺസിൽ ആഭിമുഖ്യത്തിൽ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി നടത്തിയ 36 മണിക്കൂർ രാപകൽ സത്യാഗ്രഹം സമരം അവസാനിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജീവനക്കാർ ജനുവരി 22 ഒരു ദിവസ സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജനറൽ കൺവീനർ ജയേന്ദ്രൻ കല്ലിങ്കൽ പ്രഖ്യാപിച്ചു. രാപകൽ സമരത്തിൽ സമാപന പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. സമാപന സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക. ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക. ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക. മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപകരും ജീവനക്കാരും ജനുവരി 22 പണിമുടക്കുമെന്ന് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജനറൽ കൺവീനർ ജയചന്ദ്രൻ കല്ലിങ്കൽ പ്രഖ്യാപിച്ചു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന 36 മണിക്കൂർ രാപ്പകൽ സമരത്തിൽ സമാപന പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പണിമുടക്ക് നോട്ടീസ് നൽകി മുന്നോട്ട് പോകുമെന്നും അനുകൂല തീരുമാനമുണ്ടായില്ല എങ്കിൽ ജനുവരി 22 പണിമുടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സമാപന സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സർക്കാർ തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. യോഗത്തിൽ സമരസമിതി ചെയർമാൻ OK ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ജയചന്ദ്രൻ കല്ലിങ്കൽ സ്വാഗതം പറഞ്ഞു. ജോയിന്റ് കൌൺസിൽ ചെയർമാൻ KP ഗോപകുമാർ, AKSTU ജില്ലാ പ്രസിഡന്റ് KK സുധാകരൻ, KGOF ജനറൽ സെക്രട്ടറി ഡോക്ടർ VM ഹാരിസ്, കേരള സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി S സുധികുമാർ, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി V വിനോദ്, കേരള PSC സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KR ദീപകുമാർ, യുണൈറ്റഡ് ഫോറം ഓഫ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഇൻ കേരള ജനറൽ സെക്രട്ടറി VO ജോയ്, പ്രോഗ്രസീവ് ഫെഡറേഷൻ ഓഫ് കോളേജ് ടീച്ചേഴ്സ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ TG ഹരികുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ വ്യാപാരി ക്ലബ് 38ാമത് PJ മാത്യു പന്തക്കൽ മെമ്മോറിയൽ ഓവറോളിംഗ് ട്രോഫി 1ാമത് ക്രിക്കറ്റ് ടൂർണമെന്റ് ഡിസംബർ 15 തെക്കും ഭാവം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാർ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മൂലമറ്റത്ത് വ്യത്യസ്തമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അലുമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ 3ാമത് ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ട്രഷറർ ജയകുമാർ നന്ദിയോട് നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സാന്ദ്ര മോൾ ജിന്നയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി KSCB സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.